ലോകത്തെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗം നമ്മുടെ CRPF ആണ്. ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ചുമതലകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് നോർത്ത് ഈസ്റ്റിലായിക്കോട്ടെ, കശ്മീരിലായിക്കോട്ടെ, പഞ്ചാബിലായിക്കോട്ടെ, എവിടെയൊക്കെ വിഘടനവാദവും ആഭ്യന്തര പ്രശ്നങ്ങളുമുണ്ടോ അവിടെയെല്ലാം ഒരു ഫോഴ്സായി അതിനെ തടയാൻ മുന്നിലുള്ളത് CRPF ആണ്. CRPFൽ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ച് CRPFൽ നിന്ന് ഇൻസ്പെക്ടർ ജനറലായി വിരമിച്ച ശ്രീ T. ചന്ദ്രശേഖർ, അദ്ദേഹമാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. തൻ്റെ CRPFലുള്ള കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, CRPF നേരിട്ട വെല്ലുവിളികൾ, CRPF എത്രത്തോളം ഭാരതത്തിന് ആവശ്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രധാനപ്പെട്ട സേനയാണ്, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അദ്ദേഹം ബ്രേവ് ഇന്ത്യയോട് പങ്കുവെക്കുന്നത്. നമ്മുടെ പ്രസൻസിൽ ഒരാൾ കൊല്ലപ്പെടുകയോ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പറയരുത്. അതുകൊണ്ട് അത് നമ്മളെ കഴിവിനെ ചലഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാലത്തും വിട്ടുകൊടുക്കരുത്. നമ്മൾ എത്ര ടയർഡായാലും മനസ്സ്, കാലുകൾ ശക്തിയില്ലാതായാലും മനസ്സ് ശക്തമായിട്ട് പോകണമെന്ന് പറഞ്ഞു. വെറും 4000 ആളുകളെ വെച്ച് തുടങ്ങിയ ഫോഴ്സ് ഇന്ന് ഏകദേശം 3.25 ലക്ഷം ആളുകളാണ്. 3.25 ലക്ഷം ആളുകൾ. ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, സ്വിഫ്റ്റ്നെസ്, ഇതാണ് CRPFൻ്റെ കോർ കോമ്പറ്റൻസ്. പാരാമിലിറ്ററി ഫോഴ്സ് ഏറ്റവും പഴയ ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ് ഇന്ത്യയിലെ. ആസാം റൈഫിളാണ് ഏറ്റവും പഴയത്. അതിനുശേഷം ഏറ്റവും പ്രായം കൂടിയ ഫോഴ്സാണ് CRPF. പാകിസ്ഥാൻ്റെ ഒരു ബ്രിഗേഡ് പ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്തു. ഈ കമ്പനി അവരെ ചെറുത്തു നിന്നു. പോസ്റ്റ് വിട്ടയില്ല. അവർ രാത്രി മുഴുവൻ ഫൈറ്റ് ചെയ്ത് അവർ പാകിസ്ഥാൻ ആർമി വിചാരിച്ചില്ല ഇതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് വരുമെന്ന് വിചാരിച്ചു. ചന്ദ്രശേഖരൻ സാർ, ഈ CRPF എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിൽ, അതായത് കൗണ്ടർ ഇൻസർജൻസി, ജമ്മു കാശ്മീരിലായിക്കോട്ടെ, നോർത്ത് ഈസ്റ്റിലായിക്കോട്ടെ, അതുപോലെ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻസ്, ഇവിടെയെല്ലാം CRPF ആണ് ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ളതും പോരാട്ടം നയിച്ചിട്ടുള്ളതും. CRPFൻ്റെ ആ ഒരു പ്രസക്തിയെ പറ്റിയിട്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് ചെറുതായിട്ട് ഒന്ന്. CRPF എന്ന് പറയുന്നത് പാരാമിലിറ്ററി ഫോഴ്സ് ഏറ്റവും പഴയ ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ് ഇന്ത്യയിലെ. ആസാം റൈഫിളാണ് ഏറ്റവും പഴയത്. അതിനുശേഷം ഏറ്റവും പ്രായം കൂടിയ ഫോഴ്സാണ് CRPF. 1939 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ 3 ആർമിയുടെ ബറ്റാലിയൻസ് കൺവേർട്ട് ചെയ്താണ് ക്രൗൺ റെപ്രസെൻറ്റേറ്റീവ് പോലീസ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് തുടങ്ങിയത്. ക്രൗൺ റെപ്രസെൻറ്റേറ്റീവ് പോലീസ് എന്നതിൻ്റെ പേര് പോലെ തന്നെ അത് ആ ഫോഴ്സ് ക്രൗണിനായിരുന്നു റെസ്പോൺസിബിൾ. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ടു ദ ക്രൗൺ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു അപ്പാരറ്റസ് ആയിരുന്നു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത്. അതുപയോഗിച്ച് അവർ ഈ പ്രിൻസ്ലി സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. വളരെ വിത്ത് അയൺ ഹാൻഡ്, വളരെ ബ്രൂട്ടലായിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് അവർ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കൺട്രോൾ ചെയ്തിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് 1947 നമുക്ക് ഇത് ഇൻഡിപെൻഡൻസ് കിട്ടി. ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇങ്ങനെയൊരു ഫോഴ്സ് വേണോ എന്താണെന്ന് വെച്ചാൽ പ്രിൻസ്ലി സ്റ്റേറ്റിന് എഗൻസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയൊരു ഫോഴ്സ് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നു. ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഫെഡറൽ സ്ട്രക്ചറിന്, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ, പല സ്റ്റേറ്റുകളും സെൻറ്റർ വേറെയുമായിട്ട് ഭരിക്കുന്ന ഒരു അപ്പാരറ്റസിൽ ഒരു സെൻറ്ററിൻ്റെ ഒരു അയൺ ഹാൻഡ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്, ഒരു സ്റ്റീൽ ഫോഴ്സ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഫോഴ്സിനെ ഡിസ്ബാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെ റീറ്റെയിൻ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് റീറ്റെയിൻ ചെയ്യാം. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താഴെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താഴെ അത് വർക്ക് ചെയ്യും. അതിൻ്റെ പേര് മാറ്റാമെന്ന് പറഞ്ഞ് 1947 അതിൻ്റെ പേര് മാറ്റി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാക്കി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആക്ട് പ്രൊമൾഗേറ്റ് ചെയ്തു. അങ്ങനെ 3 ബറ്റാലിയൻ വെച്ച് 1947 തുടങ്ങിയ ഫോഴ്സ്
കാലക്രമേണ അത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ്, റിസർവായി ഇരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. പക്ഷേ കാലക്രമേണ നമ്മുടെ സാഹചര്യങ്ങൾ ഈ ഫോഴ്സിനെ വീണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യം വന്ന് ആ റിസർവ് നേച്ചർ കംപ്ലീറ്റ് പോയി. കാലക്രമേണ ഇതിൻ്റെ ആവശ്യം പല സ്റ്റേറ്റുകളിലും വളരെ കൂടിക്കൂടി വന്ന് ഇന്ന് വെറും 4000 ആളുകളെ വെച്ച് തുടങ്ങിയ ഫോഴ്സ് ഇന്ന് ഏകദേശം 3.25 ലക്ഷം ആളുകൾ. 3.25 ലക്ഷം ആളുകൾ. അതുമാത്രമല്ല, 3.25 ലക്ഷം ആളുകൾ വെച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആംഡ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സാണ് CRPF. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 മറ്റ് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ആലോചിക്കാത്ത, ഒരു ഫോഴ്സുകളും ആലോചിക്കാൻ പോലും തുടങ്ങാത്ത കാലത്ത് CRPFൽ മഹിളാ ബറ്റാലിയൻ റേസ് ചെയ്തു. 88 മഹിളാ ബറ്റാലിയൻ, പിന്നെ വേറെ ഒരു ബറ്റാലിയൻ കൂടെ റേസ് ചെയ്തു. ഇപ്പോൾ 5 ബറ്റാലിയനുകളുണ്ട്. ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹിളാ ആംഡ് പോലീസ് ഫോഴ്സ് ഉള്ളതും CRPFലാണ്. CRPFിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വിക്ക് റെസ്പോൺസാണ്, വെരി ക്വിക്ക് റെസ്പോൺസ്. പിന്നെ രണ്ടാമത് വെരി ക്വിക്ക് അഡാപ്റ്റബിലിറ്റി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രീനഗറിൽ ഹൈ ടെൻഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നെക്സലൈറ്റ് ഓപ്പറേഷൻ ഈ റെഡ് കോറിഡോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ ഡു ഓർ ഡൈ ആണ്, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആ ഒരു സിറ്റുവേഷന് പെട്ടെന്ന് ആളുകളെ ഡൽഹിയിൽ ലോ ആൻഡ് ഓർഡറിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു തിയേറ്ററിലേക്ക് നോർത്ത് ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇതേ ആളുകൾ പെട്ടെന്ന് ആ ഒരു റോളിലേക്ക് അഡാപ്റ്റ് ചെയ്യും. അഡാപ്റ്റബിലിറ്റി വളരെ കൂടുതൽ, ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, സ്വിഫ്റ്റ്നെസ്, ഇതാണ് CRPFിൻ്റെ കോർ കോമ്പറ്റൻസി. പിന്നെ ഏത് ഫോഴ്സും, എനി ഫോഴ്സ് ഈസ് ഹൗ ഇറ്റ് ഈസ് ട്രെയിൻഡ്. ട്രെയിനിങ് ആണ് ഒരു ഫോഴ്സിൻ്റെ ഐഡൻറ്റിറ്റി. ഉദാഹരണത്തിന് ആർമി നല്ലോണം ട്രെയിൻ ചെയ്താണ്, ആർമിയുടെ പാരാട്രൂപ്പേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോഴ്സസ് അല്ലെങ്കിൽ ആർമിയുടെ യൂണിറ്റ് തന്നെ, അവർ ഒരുപാട് സമയം ട്രെയിനിങ്ങിന് ചിലവഴിക്കും. ഇതുപോലെ ഹെക്റ്റിക് ഡിപ്ലോയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അവർ നാച്ചുറലി ദേ ആർ ദ ബെസ്റ്റ്. ഇത് പോലീസ് ഫോഴ്സസിൽ വന്നു കഴിഞ്ഞാൽ CRP, BSF, ITBP ഇതൊക്കെ ട്രെയിനിങ്ങിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന കാരണം അവരുടെ പെർഫോമൻസ് അതുപോലെ ആയിരിക്കും, 0 എറർ പെർഫോമൻസ് ആയിരിക്കും. ഫോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് പോലീസിനെ കമ്പയർ ചെയ്യുമ്പോൾ CRPF ബെറ്റർ ഇതായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം കൂടെ, ഈ CRPFനെ ഡിപ്ലോയ് ചെയ്യുന്നത് സ്റ്റേറ്റ് പോലീസിന് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ ഫോഴ്സിന് തോക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തോൽവിക്ക് സ്കോപ്പില്ല, ജയിച്ചേ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും അനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ ഗ്രൂമിങ്ങും, അങ്ങനെയാണ് ആളുകളെയും ഓഫീസേഴ്സിനെയും ഫോഴ്സ് വളർത്തിയെടുക്കുന്നത്. അതാണ് CRPFിൻ്റെ പ്രത്യേകത. CRPFിൻ്റെ ഒരു തുടക്കകാലത്ത് ഇപ്പോൾ ചൈനയുമായുള്ള ഒരു യുദ്ധത്തിൽ അതാണല്ലോ ആ ഒരു ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 65 ഇൻഡോ പാകിസ്ഥാൻ വാറിലും ഒരു ഫുൾ ടൈം ആർമിയെ, പാകിസ്ഥാൻ ആർമിയെ കരുത്തോടെ നേരിട്ട ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന്. ഇത് ആക്ച്വലി നടന്നത് 1959 1962 ഇന്ത്യ ചൈന യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ബോർഡറിൽ നിന്നിരുന്നത് CRPF ആണ്. അന്ന് BSFO, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസോ അങ്ങനെ യാതൊരു ഫോഴ്സും ഇല്ല. സെൻറ്ററിനടുത്ത് ഒരു ഫോഴ്സേ ഉള്ളൂ, അത് CRPF ആണ്. CRPF ആയിരുന്നു ബോർഡറും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ ചൈന ബോർഡറിൽ ഇവർ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെട്രോൾ പാർട്ടി, ഒരു പ്ലാട്ടൂൺ പെട്രോൾ പാർട്ടി ചൈനീസിൻ്റെ ആംബുഷിൽ പെട്ടുപോയി. അവരുടെ ഫയറിൽ വന്നിട്ട് ഈ പ്ലാട്ടൂൺ, ഇവരുടെ അടുത്ത് വെറും 303 റൈഫിൾ, അന്നൊക്കെ ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾ മാത്രമേ ഉള്ളൂ. അതും LMGയും വെച്ച് അവരത് വെച്ചിട്ട് അവരെ ചെറുത്ത് നിന്ന് അതിലെ 9 പേര് അവിടെ വീരജന്മം പ്രാപിച്ചു. ഈ ചൈനീസ് പെട്രോളിന് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അതാണ് അന്നത്തെ ദിവസം, അതായത് 21 ഒക്ടോബർ 1959 അതാണ് ഡേറ്റ്. ആ ഡേറ്റിൽ ഇന്നും ഇന്ത്യയിലെ എല്ലാ പോലീസ് ഫോഴ്സസും അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ആ മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കും.
അന്നത്തെ ദിവസം തന്നെ ഇന്ത്യയിലെ എല്ലാ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലും, എല്ലാ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലെ ഹെഡ് ക്വാർട്ടേഴ്സിലും മാർട്ടയറുടെ ഒബ്സർവ് ചെയ്യും. അതിൻ്റെ അന്നത്തെ ദിവസം ആ കൊല്ലം വീരചരമം പ്രാപിച്ച എല്ലാ യോദ്ധാക്കളുടെയും പേര് വായിക്കുകയും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും. അതൊരു വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ഡേ ആണ്. അതാണ് അന്നത്തെ അതിൻ്റെ. പാകിസ്ഥാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൺ ഓഫ് കച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലം ഗുജറാത്തിൽ, അവിടെ ഒരു കമ്പനി ഡിപ്ലോയ് ചെയ്തിരുന്നു. പാകിസ്ഥാൻ്റെ ഒരു ബ്രിഗേഡ്, അത് ഈ കമ്പനിയായിരുന്നു അവിടെ ഗാർഡ് ചെയ്തിരുന്നത്. പാകിസ്ഥാൻ്റെ ഒരു ബ്രിഗേഡ് അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ഈ കമ്പനി അവരെ ചെറുത്ത് നിന്നെന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് വിട്ടേയില്ല. അവർ രാത്രി മുഴുവൻ ഫൈറ്റ് ചെയ്ത് അവർ പാകിസ്ഥാൻ ആർമി വിചാരിച്ചില്ല ഇതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് വരുമെന്ന് വിചാരിച്ചില്ല. അവർ പിൻവാങ്ങി. അവർ പുറകോട്ട് പിന്മാറേണ്ടി വന്നു. പിന്മാറലല്ല, അവർ ഓടിപ്പോവുകയാണ് ചെയ്തത്. അതിൽ അത്രയും ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്നോട് ചില ആർമി ഓഫീസേഴ്സ് പറഞ്ഞത്, ദിസ് ഈസ് വൺ ഓഫ് ദ ബാറ്റിൽസ് വിച്ച് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്നുള്ള അത്രയ്ക്ക് ധൈര്യവും അത്രയ്ക്ക് ശൗര്യത്തോടെയാണ് CRPFൻ്റെ ആളുകൾ അന്ന് ഫൈറ്റ് ചെയ്തത്. അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 9th April എല്ലാ കൊല്ലവും ശൗര്യ ദിവസ് എന്ന് പറഞ്ഞ് ആലോചിക്കുന്നത്. അന്നത്തെ ദിവസം CRPFൻ്റെ ഈ വീരതാ പുരസ്കാരങ്ങൾ, അതായത് ഗാലൻട്രി മെഡൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ മെഡൽ, DGയുടെ ഡിസ്ക്, അങ്ങനെയുള്ള മെഡലുകൾ വിൻ ചെയ്തവരെ പ്രത്യേകം ആദരിച്ച് അവർക്ക് മെഡൽ കുത്തി കൊടുക്കുന്ന ഒരു രീതി ഫോഴ്സിലുണ്ട്. അന്നത്തെ ദിവസം ശൗര്യ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന CRPFൻ്റെ ആ ഒരു യുദ്ധത്തിലെ വീരന്മാരെ ആദരിക്കാൻ വേണ്ടിയിട്ടും മാർട്ടയറുടെ അന്ന് മരിച്ചുപോയ 9 ആളുകൾ ഫൈറ്റ് ചെയ്ത് മരിച്ചുപോയവരെ ആദരിക്കും. അതാണ് എൻ്റെ രത്നച്ചുരുക്കം. സർ, ആദ്യം ത്രിപുരയിലായിരുന്നു എന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അന്നൊക്കെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പതുക്കെ വിഘടനവാദത്തിലേക്ക് പല സംഘടനകളും, TNLF പോലുള്ള സംഘടനകൾ, അസമിലാണെങ്കിൽ ഉൾഫയുണ്ട്, അങ്ങനെ പല സംഘടനകളും. അപ്പോൾ ഇതിനെയെല്ലാം നേരിട്ട ഒരു ചരിത്രമുണ്ട് CRPFന്. അപ്പോൾ സാറിൻ്റെ ഓപ്പറേഷണൽ ഡ്യൂട്ടി അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അത്? ഞാൻ CRPFൽ 39 കൊല്ലം ജോലി ചെയ്തതാണ്. അതിൽ ഡയറക്റ്റ് ഓപ്പറേഷണൽ റോൾ എന്ന് പറയുന്നത് DYSP തൊട്ടിട്ട് കമാൻഡൻ്റ് വരെ ഉള്ള റാങ്കുള്ള. മറ്റേത് DIG ഒക്കെ ആയിക്കഴിഞ്ഞാൽ DIG ഓപ്പറേഷൻസ് ആയിട്ടൊക്കെ ഇരിക്കും. അവർ ഓപ്പറേഷൻ സൂപ്പർവൈസ് ചെയ്യുന്നേ ഉള്ളൂ, ഡയറക്റ്റായിട്ട് ചെയ്യില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1974 ഞാൻ ജോയിൻ ചെയ്തത്. 1975 ആയപ്പോഴത്തേക്കും എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് ത്രിപുരയിലാണ് പോസ്റ്റിംഗ് കിട്ടിയത്. അന്നത്തെ ത്രിപുര വളരെ പീസ്ഫുള്ളായിട്ടുള്ള ത്രിപുരയാണ്. ത്രിപുര പരസെ വളരെ പാവങ്ങളും വളരെ ട്രൈബൽസ്, 3 തരം ട്രൈബൽസ് ഉണ്ട്. ചക്മാസ്, റിയാങ്സ് എന്ന് പറഞ്ഞ 2, പിന്നെ ബംഗാളികളും. അവരാണ് അവിടെയുള്ള ഒരു ചെറിയ ടൗൺ. അതുമാത്രമാണ് ഈ അഗർത്തല ടൗൺ അന്നുണ്ടായിരുന്നത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമയമായിരുന്നു. പക്ഷേ 3 സൈഡും ബംഗ്ലാദേശാണ്. ത്രിപുരയുടെ 3 സൈഡും ബംഗ്ലാദേശും, ഒരു സൈഡും മിസോറാമുമാണ്. മിസോറാമിൽ അന്ന് ഇൻസർജൻസി ഉണ്ട്, വളരെ മൂത്ത് നിൽക്കുന്ന ഇൻസർജൻസി. അവർ മിസോറാമിൽ എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ട് ഈ ത്രിപുരയിലേക്ക് വരും. അല്ലെങ്കിൽ അവർ ത്രിപുരയിൽ വന്നിട്ട് എന്തെങ്കിലും വാല്യുബിളായിട്ടുള്ള സംഗതികൾ നശിപ്പിച്ചിട്ട് പോകും. ഒരു സംഗതി നശിപ്പിച്ചത്, അവിടെ ഒരു ഡാം കിട്ടുന്നുണ്ടായിരുന്നു, തീർത്തുമുഖ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ജത്തൻബാരി തീർത്തുമുഖ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഡാം പൊട്ടിച്ചു. അവരൊരു ദിവസം വന്നിട്ട് ആ ഡാം പൊട്ടിച്ചു. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് എന്നെ വിടുകയുണ്ടായി. ഞാൻ അവിടെ പോയി എനിക്ക് മുമ്പ് അവിടെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ഞാനും അവിടെ പോയി ആ ഏരിയ മുഴുവൻ, അതായത് ആ മിസോറാം ത്രിപുര ബോർഡറിൽ കൂടെ ഇവരുടെ ഇൻഫിൽട്രേഷൻ ചേർക്കുകയും ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഹാൻഡിൽ ചെയ്യുക, അതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ സമയത്ത് ആ സമയത്ത് ഒരു ഇൻസിഡൻറ്റ് പോലും ഉണ്ടായില്ല. 2-3 ഇൻട്രൂഷൻസ് ഉണ്ടായിരുന്നു. 2-3 ഫയറൊക്കെ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് ഒരു 1-to-1 കോൺഫ്രണ്ടേഷൻ ഉണ്ടായിട്ടില്ല. ആ ഡാം കംപ്ലീറ്റായി. ആ ഒരു കൊല്ലം 1.5 കൊല്ലം കൊണ്ട് ആ ഡാം കംപ്ലീറ്റ് ചെയ്തു. പവർ
പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ത്രിപുരയ്ക്ക് കിട്ടിയ ഇലക്ട്രിസിറ്റി നീഡ് മുഴുവൻ ആ ഡാമിൽ നിന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ബോർഡറിൽ നിന്ന് അടുത്ത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്താണ് അഗർത്തല എയർപോർട്ട്. അഗർത്തല എയർപോർട്ടിലും ചിലപ്പോൾ വേണമെങ്കിൽ ബുദ്ധിമുട്ടി വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ അടുത്ത് തന്നെ ബംഗ്ലാദേശാണ്. ഈ മിസോറാമിലെ ഇൻസർജൻസ്, നാഗ ഇൻസർജൻസ്, മണിപ്പൂർ ഇൻസർജൻസ്, ഇവരെല്ലാവരും തന്നെ ഹൈഡ് ഔട്ട് അവരുടെ ചിറ്റഗോങ് ഹിൽസാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ അവർക്ക് വരവും പോക്കുണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി എയർപോർട്ടും പ്രത്യേകിച്ച് ഗാർഡ് ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ത്രിപുരയിലെ എക്സ്പീരിയൻസ്. രണ്ടാമത് ഞാൻ ത്രിപുര പോകുന്നത് 98-ലാണ്. 98-ൽ ത്രിപുരയിലെ ഭയങ്കരമായിട്ട് ഇൻസർജൻസി, അതായത് ട്രൈബൽ ഇൻസർജൻസ്, റിയാങ്സ് ചക്മാസ് എന്ന് പറഞ്ഞവർ ഭയങ്കരമായിട്ട് ഈ NLFT എന്നൊക്കെ പറയും, NLFT, ATF, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ്, ATTF, ഇവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഏകദേശം 1000-1500 പേരെ അവർ കൊന്നു. 21 വില്ലേജ് വോളണ്ടിയേഴ്സിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി മനു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. അങ്ങനെ അവരുടെ ശല്യം വളരെ കൂടുതലായി. അങ്ങനെ ഇരിക്കെ എന്നെ ഒരു ദലായ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അവിടെ 100% ട്രൈബൽസാണ്. ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ഇൻസർജൻറ്റ് റിലേറ്റഡ് ക്രൈം നടക്കുന്ന സ്ഥലം അവിടെയാണ്. അന്ന് ഒരു IG ഉണ്ടായിരുന്നു, ജോർജ് പൊളിപ്പാറ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എൻ്റെ പല സ്ഥലങ്ങളും ബോസുമായിരുന്നു, എൻ്റെ ഒരു റോൾ മോഡലാണ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ IG. പിന്നെ തുളസിദാസ് എന്ന് പറഞ്ഞിട്ടൊരു ചീഫ് സെക്രട്ടറി കേരളത്തിൽ, ഇപ്പോൾ നമ്മുടെ പുതിയ എയർപോർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അദ്ദേഹമായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി. അപ്പോൾ എന്നോട് IG പറഞ്ഞു, നീ വരണം, അവിടെ ത്രിപുരയിൽ വരണമെന്ന് പറഞ്ഞ്. ഞാൻ അന്ന് മിസോറാമിൽ പോസ്റ്റഡായിരുന്നു. ത്രിപുരയിൽ ത്രിപുരയിൽ പോയി ഈ ദലായ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസർജൻസ് ആളുകളെ കൊല്ലൽ മാത്രമല്ല, ഒരു കിഡ്നാപ്പിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു അവിടെ. ആളുകളെ കിഡ്നാപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പറയുക. എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്ടർ അടുത്ത് നിന്ന് പൈസ മേടിക്കുക. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പൈസ ഒന്നുമില്ല, വലിയ പൈസ മേടിക്കുക. അപ്പോൾ അവിടെ നിന്ന് റെയിൽ ഹെഡ്, ധർമ്മനഗർ ടു അഗർത്തല റെയിൽ ഹെഡ് വിരിച്ചുകൊണ്ടിരിക്കുക. വലിയ കോൺട്രാക്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായി. അങ്ങനെ ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ പോയത്. ഞാൻ എൻ്റെ ഒരു ബറ്റാലിയനായിരുന്നു. പിന്നെ മറ്റേ ബറ്റാലിയനിലെ ഓഫീസർ കുറച്ച് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാതായത് കാരണം അതും ആ ഏരിയ എനിക്ക് തന്നു. ത്രിപുര വെസ്റ്റും ത്രിപുര ദലായ് ഡിസ്ട്രിക്റ്റും. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി കുറച്ച് പേടിയിലായിരുന്നു. ഫോഴ്സും ആളുകളും കുറച്ച് പേടിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. ഈ BSFൻ്റെ ഒരു 4-5 പേര് മരിച്ചു, വേറെയും ത്രിപുര പോലീസിൻ്റെ കുറേ പേര് മരിച്ച് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ആളുകളോട് സംസാരിക്കുക. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, രാവിലെ ഞങ്ങൾ റെസ്റ്റ് എടുക്കും, ഡേ ടൈമിൽ റെസ്റ്റ് എടുക്കുക. രാത്രി എല്ലാ വില്ലേജുകളും, ആ ദലായ് ഡിസ്ട്രിക്റ്റിലുള്ള സകല വില്ലേജുകളും റെയ്ഡ് ചെയ്യും. രാത്രി എല്ലാവരും ചെറിയ ചെറിയ ടീമുകൾ, വലിയ വലിയ ടീമുകളുണ്ടാക്കി കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാം റെയ്ഡ് ചെയ്യും. അപ്പോൾ അവർക്ക് നിക്കക്കള്ളിയില്ലാതെയും അവരോടി, എല്ലാം പോയി. അങ്ങനെ ചെയ്യുമ്പോൾ 2-3-4-5 എൻകൗണ്ടറൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ പേരെ പിടിച്ചിട്ടുണ്ട്, കുറേ പേര് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മാസം കൊണ്ടിട്ട് അന്ന് പറഞ്ഞു കേട്ടത് ഏകദേശം 80% ക്രൈം, ടെററിസ്റ്റ് ക്രൈമുള്ള ഡിസ്ട്രിക്റ്റിൽ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് വരുമ്പോൾ ഏകദേശം 5-4% ഉള്ളൂ. അത്രയ്ക്ക് കുറഞ്ഞു. അതിൽ ത്രിപുര പോലീസിന് വലിയ കാര്യമായിരുന്നു. ഒരു നാഗരാജ് എന്ന് പറഞ്ഞിട്ട് ത്രിപുരയുടെ DG ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനെന്ന് IG ആയിരുന്നു. അദ്ദേഹത്തിനൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു. CRP വലിയ കാര്യമായിരുന്നു, എന്നെയല്ല CRPF കാര്യമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ ഇതായിരുന്നു, രാത്രി കംപ്ലീറ്റ് ഓപ്പറേഷൻ, ഡേ ടൈമിൽ റെസ്റ്റ് എടുക്കുക. പബ്ലിക്കിൻ്റെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പബ്ലിക്കുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പബ്ലിക്കിന് വേണ്ടതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾ വളരെ പാവങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ റെയ്ഡിന് പോയി പോകുമ്പോൾ വല്ലതും ഞങ്ങൾ കൊടുത്തിട്ട് വരും, മരുന്ന് അല്ലെങ്കിൽ ശകലം റേഷൻ അങ്ങനെ കൊടുത്തിട്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളോട് സ്നേഹവും ഇൻ്റലിജൻസും അങ്ങനെയൊക്കെ തരാൻ പറ്റി. അതാണ് ത്രിപുരയുടെ ഒരു ത്രിപുരയിലെ ഇൻസർജൻസി കണ്ടെയ്ൻ ചെയ്തു. ത്രിപുര മോഡൽ ഓഫ് കൗണ്ടർ ഇൻസർജൻസി ഈസ് നൗ സ്റ്റഡീഡ് വേൾഡ് ഓവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 6 മാസമോ 7 മാസമോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ സക്സസ്ഫുൾ ഇപ്പോൾ 2024 ത്രിപുര ഇൻസർജൻസി ഫ്രീ സ്റ്റേറ്റ് എന്ന് ഡിക്ലെയർ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻസർജൻസി വരുമ്പോൾ സാധാരണ ഗവൺമെൻറ്റിൻ്റെ മൈറ്റോട് കൂട്ടിയിട്ടാണ്. അവരങ്ങനെയല്ല ചെയ്തത്. അവർ പാർഷ്യലായിട്ട് കുറച്ച് മൈറ്റ്, കുറച്ച് സോഷ്യൽ, ഇപ്പോൾ ഈ സ്കൂളില്ലാത്തടത്ത് സ്കൂൾ കെട്ടിക്കൊടുക്കുക, റോഡ് കെട്ടിക്കൊടുക്കുക. പിന്നെ സിവിൽ പോലീസും CRPFും ഒന്നിച്ചാൽ പോവുക. അവർ ഭാഷ പറയാൻ അത് ഇതൊക്കെ അവർ പറയുക, സംസാരിക്കുക. അവർ അങ്ങനെ ഒരു പബ്ലിക്കിനെ വിൻ ചെയ്തുകൊണ്ടുള്ള, പബ്ലിക്കിൻ്റെ കോൺഫിഡൻസ് ഗ്യാദർ ചെയ്തുകൊണ്ട് ഇൻസർജൻസിനെ ന്യൂട്രലൈസ് ചെയ്യും. CRPF അവരുടെ ഹൈഡ് ഔട്ട്സ് മറ്റേതൊക്കെ ന്യൂട്രലൈസ് ചെയ്യും. ഇവർ ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഡോക്ടറിനായിരുന്നു അവിടെ. അത് വളരെ ഫേമസ് ആണ്. ഇൻസർജൻസി സ്റ്റഡീസിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഇൻസർജൻസി ഹിസ്റ്ററിയിൽ ത്രിപുര ഇൻസർജൻസി ഡോക്ടറിൻ ഈസ് കൺസിഡേർഡ് ടു ബി വർത്ത് സ്റ്റഡിയിങ്, വർത്ത് റിസർച്ച്. 74 സാറ് ത്രിപുരയിലെത്തുന്നത്. അതിനുശേഷം 75 അതിനുശേഷം പിന്നെ നെക്സ്റ്റ് എങ്ങോട്ടായിരുന്നു? ത്രിപുര കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ത്രിപുര കഴിഞ്ഞിട്ട് ആക്ച്വലി ഡൽഹിക്ക് വന്നു. ഡൽഹിയിൽ കുറച്ച് കാലം ലോ ആൻഡ് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഷാ ഓഫ് ഇറാൻ വന്നത്, ജിമ്മി കാർട്ടർ വന്ന ആ സമയത്തൊക്കെ ഞാനവിടെ ഉണ്ട്. ഒന്ന് ഷാ ഓഫ് ഇറാൻ അഗൻസ്റ്റായിട്ട് ഇവിടെയുള്ള ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും എനിക്കവർക്ക് അഗൻസ്റ്റായിട്ട് ലാഠി ചാർജ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. ജിമ്മി കാർട്ടർ വന്നപ്പോൾ 2-3 സെക്ടർ ഞങ്ങളുടെ കയ്യിലായിരുന്നു. ആ സാനിറ്റൈസ് ചെയ്യുക. ഇന്നത്തെ പോലത്തെ അത്ര വലിയൊരു സെക്യൂരിറ്റി ത്രെറ്റ് അന്നില്ലായിരുന്നു, എങ്കിലും ചെയ്യേണ്ടി വന്നു. അതാണ് എൻ്റെ 2 ഡൽഹിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ സ്പെഷ്യലായിട്ട് ഗ്രൂപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. CRPFന് 4 ബറ്റാലിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു ഗ്രൂപ്പ് സെൻറ്റർ. അവിടെ ഈ 4 ബറ്റാലിയനിലുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അവർ ട്രെയിനിങ് ഫെസിലിറ്റി, അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്തുണ്ട്. അതുപോലെ ജമ്മു ഗ്രൂപ്പ് സെൻറ്ററിൽ എന്നെ സെലക്ട് ചെയ്ത് അയച്ചു. സാധാരണ അത്ര യങ് ഓഫീസേഴ്സിനെ അവിടെ വെക്കാറില്ല. പക്ഷേ എന്നെ അന്നത്തെ DG, IGയും DGയും ഒക്കെ അവർ പറഞ്ഞു നീ പോകുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. അവിടെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ 1.5 കൊല്ലമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്നെ ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സർവീസിലിരിക്കുമ്പോൾ ഒരുപാട് ഇൻ സർവീസ് കോഴ്സുകൾ ചെയ്യണം. അപ്പം ഞാൻ ചില കോഴ്സുകളൊക്കെ ആർമിയുടെ ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ്, ആർമിയുടെ കമാൻഡോ കോഴ്സ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻസ്ട്രക്ഷണൽ ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ CRPFൻ്റെ ട്രെയിനിങ് സെൻട്രൽ ട്രെയിനിങ് കോളേജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഓൾ ഇന്ത്യ പോലീസിനുള്ള അൺആംഡ് കോമ്പാക്റ്റ് ഫിസിക്കൽ ട്രെയിനിങ്, അങ്ങനെ പല വെപ്പൺ ട്രെയിനിങ്, അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററുണ്ട് നീമച്ച് എന്ന് പറഞ്ഞിട്ട്, മൗവിനടുത്ത്. അങ്ങോട്ട് മാറ്റി അവിടെ ട്രെയിനിങ് ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊമോഷനായി ഡെപ്യൂട്ടി കമാൻഡർ. എൻ്റെ ഈ ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം എന്നെ ഒരു ബറ്റാലിയൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് വിട്ടു. ഹൈദരാബാദിൽ 77 ബറ്റാലിയൻ CRPF റേസ് ചെയ്തു. അത് അന്നത്തെ കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മിസ്റ്റർ ജോർജ് പൊടിപ്പാറ, അദ്ദേഹമായിരുന്നു അതിൻ്റെ കമാൻഡൻറ്റ്, ഞാനായിരുന്നു അതിൻ്റെ ട്രെയിനിങ് ഓഫീസർ. അന്ന് 10 ബറ്റാലിയൻ റേസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻഡ് ബറ്റാലിയൻ എന്നുള്ള ട്രോഫി ആ ബറ്റാലിയന് കിട്ടി. ആ ബറ്റാലിയനും കൊണ്ട് ഞാൻ പഞ്ചാബിൽ പോയി. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ ബറ്റാലിയൻ പഞ്ചാബിലേക്ക് പോയി. ഞാനതിൻ്റെ ഓപ്പറേഷൻ ഇൻചാർജായിരുന്നു. ബഠിൻഡ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഡിപ്ലോയ്മെൻറ്റ്. ബഠിൻഡയിൽ ഡിപ്ലോയ് ചെയ്തു. ബഠിൻഡ എന്ന് പറയുന്നത് അത്ര ഒരു തരാൻ പോലെയോ അമൃത്സർ പോലെയോ അത്ര ഹാർഡായിട്ടുള്ള ഏരിയ അല്ല, സോഫ്റ്റായിട്ടുള്ള ഏരിയ. വലിയ പ്രശ്നമില്ലാത്ത ഏരിയയാണ്. വലിയ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ മറ്റേവരവിടെ പ്രശ്നം ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അവിടെ എന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അവിടെ 3-4 എൻകൗണ്ടർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരിസരത്തായിട്ട് ഒരു 4 എൻകൗണ്ടർ സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് 4-5 ചെയ്തു. രാത്രിയും പകലും പെട്രോളിങ്, നാക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അവിടുന്ന് മാറ്റിയപ്പോൾ അവിടെയുള്ള ആളുകൾ പല അസോസിയേഷനും പോയി എൻ്റെ IGയോട് പറഞ്ഞു എന്നെ അവിടുന്ന് മാറ്റരുത്, എന്നെ അവിടെ തന്നെ വയ്ക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ അനാവശ്യമായിട്ട് ആരെയും ഉപദ്രവിക്കില്ലായിരുന്നു. ജോലിക്ക് ജോലി, അല്ലാതെ പിടിച്ച് സംശയമുള്ളതിനെ പിടിച്ച്
തേർഡ് ഡിഗ്രി മെത്തേഡ് അതൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. ആളുകൾക്ക് വലിയ ഇഷ്ടം. പബ്ലിക് റിലേഷൻ വാസ് വെരി ഗുഡ്. അതുകൊണ്ട് പഞ്ചാബിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഏത് കാലമായിരുന്നു പഞ്ചാബിൽ ഉണ്ടായിരുന്നത്? 1986. ആ സമയത്ത് പക്ഷേ ശക്തമാണ്. 1980 to 93 ആണ് പഞ്ചാബിലെ ഏറ്റവും. ആ സമയത്ത് ഒരുപാട് മോഗ കില്ലിങ്ങൊക്കെ മോഗ എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തായിരുന്നു. 94 പേരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് കൊന്നു കളഞ്ഞു. ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായി. എനിക്കൊരു ഭാഗ്യം എന്നല്ലാതെ വേറെ പറയാനില്ല. എനിക്ക് എൻ്റെ സ്ഥലത്തൊന്നും പറ്റില്ല. ഒരു കാര്യം ഞങ്ങളെല്ലാവരും വളരെ അലർട്ടായിരുന്നു. എല്ലാം വളരെ ഡോമിനേറ്റ് ചെയ്യായിരുന്നു. അഗ്രസീവായിട്ട് ഡോമിനേറ്റ് ചെയ്യായിരുന്നു. ഞാൻ ട്രൂപ്സിനെ ഇൻസ്പയർ ചെയ്യായിരുന്നു. നമ്മുടെ പ്രസൻസിൽ ഒരാൾ കൊല്ലപ്പെടുകയോ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് അത് നമ്മളെ കഴിവിനെ ചലഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാലത്തും വിട്ടുകൊടുക്കരുത്. നമ്മൾ എത്ര ടയേർഡായാലും മനസ്സ്, കാലുകൾ ശക്തിയില്ലാതായാലും മനസ്സ് ശക്തമായിട്ട് പോകണമെന്ന് പറഞ്ഞ് രാത്രിയും പകലും ഞങ്ങൾ പെട്രോളിങ് ചെയ്യുമായിരുന്നു, ടാക്റ്റിക്കൽ പെട്രോളിങ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് വന്നത്. പിന്നെ 1989 കഴിഞ്ഞ ഉടനെ തന്നെ 1990 കഴിഞ്ഞ ഉടനെ തന്നെ ഇൻസർജൻസി കുറയാൻ തുടങ്ങി. KPS ഗില്ലിൻ്റെ ഒരു ടൈം, KPS ഗില്ലിൻ്റെ ടൈമിൽ ഞാനുണ്ടായിരുന്നു. KPS ഗില്ലായിരുന്നു അന്ന് അവിടെ DG ആയിരുന്നത്. KPS ഗിൽ സാറാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം പഞ്ചാബിൽ ഇൻസർജൻസി കുറഞ്ഞ് പഞ്ചാബിൽ ഇലക്ഷൻ അനൗൺസ് ചെയ്തു. ഇലക്ഷൻ അനൗൺസ് ചെയ്ത ഉടനെ തന്നെ സുമർജിത്ത് ഈ മാൻ ഗ്രൂപ്പ്, അക്കാലിദൾ മാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാലിദൾ മാൻ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായി അവർ ഈ ഫോഴ്സസിന് എഗൻസ്റ്റായിട്ടും ഈ കൺട്രോൾസിന് എഗൻസ്റ്റായിട്ടും അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സിദ്ധാർത്ഥ ശങ്കർ റായ്, SS റായ് എന്ന് പറഞ്ഞ ഗവർണറായിരുന്നു. അങ്ങേര് അവിടെ വന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ വന്നാലും എല്ലാവരും പോയി കാണും. ഗവർണർ വരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അനീതി നടക്കുന്നതോ അക്രമം നടക്കും. ഗവർണർ വരുമ്പോൾ ഇവർ ഈ അക്കാലിദൾ മഹാൻകാർ ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് കിട്ടി, ഇവർ ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവർ വേണ്ടതിനെ വിളിച്ച് പറയുന്നു പറഞ്ഞൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ട്രാറ്റജി അവർ കുറച്ച് പേരെ മാറ്റി സ്ഥലത്തുനിന്ന്, അവരെ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. സിദ്ധാർത്ഥ ശങ്കർ റായ് വന്നു. ഒരു ദിവസം മുഴുവൻ ആളുകളെയൊക്കെ കണ്ടു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ഞങ്ങൾക്കൊക്കെ വളരെ ടെൻഷനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്ത് എക്സ്പ്ലോഷൻ നടക്കുന്നറിയില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ. അത് കഴിഞ്ഞ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ 2 മണിക്ക് ഗവർണർ പോയി. ഗവർണറെ കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ കയറ്റി വിട്ടിട്ട് ഞാനും SP അന്ന് സുമേത് സിംഗ് സൈനി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഇപ്പം പഞ്ചാബ് പോലീസിൻ്റെ DG ആയിട്ട് റിട്ടയർ ചെയ്ത അങ്ങേരും, പിന്നെ ഒരു ഗുരു എന്ന് പറഞ്ഞിട്ടൊരു കളക്ടർ, IAS ഓഫീസർ, ഞങ്ങൾ 3 പേരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ വീട്ടിലിറങ്ങി. ഇവർ 2 പേരും പോയി കഴിഞ്ഞ ഉടനെ തന്നെ കളക്ടറുടെ വീട്ടിൽ നിന്ന് എത്തിയ ഉടനെ തന്നെ കളക്ടറെ വളഞ്ഞു. ഒരു 10,000-1,500 പേര് വളഞ്ഞു. എന്തുകൊണ്ടാണ് സമ്മതിക്കാഞ്ഞത്? അതായതെന്ന് പറഞ്ഞിട്ട് പഞ്ചാബിൽ ഭയങ്കര വെള്ളം. കളക്ടർക്ക് വീട്ടിനകത്തേക്കും പോകാൻ പറ്റുന്നില്ല. SP അതിനകത്ത് വിട്ടത്. SP വെളിയിൽ നിൽക്കുന്നുണ്ട്. SP വേറെ വീട്ടിലേക്കാണ് പോയത്. SP അതറിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ SP വയർലെസ്സിൽ എന്നെ വിളിച്ചു. ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട്. ഒരു 1,000-1,500 പേരുണ്ട്. അവർ മോസ്റ്റ് ഓഫ് ദം ആർ ദേ ആർ ജനറലി അൺആംഡ് ബട്ട് ദർ ആർ ആംസ്. അവർ ഈ വാളൊക്കെ വയ്ക്കുമല്ലോ, വാള് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വല്ല പിസ്റ്റലും വല്ലതും ഉണ്ടെന്ന് നമുക്കറിയില്ല. 1000 പേരോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്ട്രെങ്ത് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഉള്ള സ്ട്രെങ്ത്തൊക്കെ എല്ലായിടത്തും ചെറിയ പോക്കറ്റിൽ റോഡ് നാക്ക, അല്ലെങ്കിൽ പെട്രോളിങ്, അങ്ങനെ പല സ്റ്റാറ്റിക് ഡ്യൂട്ടി ഇങ്ങനെ ഡിപ്ലോയ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ പെട്ടെന്ന് ആൾ വരണം, ലൈഫ് ത്രെട്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ എല്ലാ പോസ്റ്റിലും ഉടനെ തന്നെ SOS അയച്ചു. എല്ലാവരെയും വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരു 10-80 പേര് അവിടെ ലൊക്കേഷനിലെത്തിയപ്പോൾ അന്നത്തെ ഒരു മാൻ ഗ്രൂപ്പിൻ്റെ ആൾ സുമർജിത്ത് സിംഗ് മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം ഒരു ex-IPS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ബിമൽ കാൽസ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്ന ബെഹൻ സിംഗിൻ്റെ ഭാര്യ സുച്ച സിംഗ്,
അവളുടെ അച്ഛൻ, അവരെല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇവർ എന്ത് പറഞ്ഞാലും മാറുന്നില്ല. ഞാൻ ഇവരൊക്കെ ആയിട്ട് പോയി. വേറെ ഒരു കാര്യം കൂടെ നോക്കിയത് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചാബ് പോലീസ് വാസ് റിലക്റ്റൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ എടുത്തു, ഇവരാണ് പവറിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്കൊരു പേടി. എസ് പിക്ക് പേടിയൊന്നുമില്ല. സിംഗ് മാനി എന്ന് പറഞ്ഞ അയാൾ വളരെ ലയണാണ്, അങ്ങേർക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമെന്നുള്ളൊരു സംശയം വന്നു. അപ്പോൾ എന്നെ സെപ്പറേറ്റായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവർ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, സാറില്ല സാർ, ഞാൻ ചെയ്യാമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവരുടെ എല്ലാവരോടും പോകാൻ ആദ്യം ഞങ്ങളെല്ലാവരും പോയി അകത്ത് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പോകണം, പിരിഞ്ഞു പോകണം, അത് ശരിയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ട കളക്ടറുടെ വീട്ടിൽ പോവുക, ഓഫീസിൽ പോവുക, റോഡിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരാരും സമ്മതിക്കുന്നില്ല. ദാറ്റ് സുമർജിത് സിംഗ് മാൻ വാസ് വെരി അറഗൻറ്റ്. അയാൾ വെരി അബ്യൂസീവ് ഓൾസോ. ഞാൻ പോയി പറഞ്ഞു, എന്നോടും പറഞ്ഞു, ഞാനിങ്ങനെ ഞാൻ ഔട്ട്സൈഡറാണല്ലോ, CRP ഔട്ട്സൈഡേഴ്സിനോടൊന്നും എനിക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞു, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പതുക്കെ വയസ്സായവരെയും സ്ത്രീകളെയൊക്കെ പതുക്കെ മാറ്റി, ആളുകളെ കൊണ്ട് മാറ്റിയിട്ട് ഒരു സൈഡിൽ നിന്ന് ലാട്ടി ചാർജ് ചെയ്തു. ഈ ഒരു 60-70 പേര് ഞങ്ങളുടെ ആളുകൾ ഒരു 1000-1500 പേരെ ലാട്ടി ചാർജ് ചെയ്ത് കളക്ടറെ രക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ നേതാക്കളെയൊക്കെ പിടിച്ചു. പിന്നെ അവർക്ക് എഗൻസ്റ്റായിട്ട് പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം, ലോ ആൻഡ് ഓർഡർ. അതായത് ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ CRPFന് കൗണ്ടർ ഇൻസർജൻസി ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴും ഇങ്ങനത്തെയൊക്കെ കിട്ടും, ലോ ആൻഡ് ഓർഡറും ജോലി കിട്ടും. അങ്ങനെ നല്ലൊരു അങ്ങനെയാണ്.